ഹായ്! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അരി കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം. അപ്പം അവലോസ് പൊടി എന്നല്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് അരി വറുത്ത് പൊടിച്ചത്. അവലോസ് പൊടി ഞങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു രീതിയിലാണ്. ഇത് അരി വറുത്ത് പൊടിച്ചതാണ്. അപ്പം ഇത് കഴിച്ചിട്ടില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. പണ്ടൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ അമ്മമാര് നമുക്ക് വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കി ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി നമ്മൾ വരുന്നത് നോക്കിയിരിക്കും. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ? ഈ പണ്ടത്തെ ഒരു ഓർമ്മകളിൽ ഒന്നാണ് ഈ ഒരു പലഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് വറുത്തെടുക്കുവാണ് ട്ടോ. അപ്പൊ കഴുകിയ അരി ആയതുകൊണ്ട് തന്നെ വളരെ സമയം എടുത്തിട്ടാണ് ഇത് വറുത്ത് എടുത്തത് ഞാന്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അവലോസ് പൊടി ഉണ്ടാക്കുന്നത് അരി നമ്മള് കുതിർത്തി പൊടിച്ച് തേങ്ങയൊക്കെ ചേർത്ത് വലിയ ഉരുളിയിലൊക്കെ ഇട്ട് വറുത്തെടുത്ത് അങ്ങനെയാണ് ട്ടോ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയൊക്കെ അവലോസ് പൊടി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അരി വറുത്ത് അത് പൊടിച്ച് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണ്. ഞങ്ങൾ അവലോസ് പൊടിയിൽ പഞ്ചസാര ചേർത്താണ് കഴിക്കാറ്. അപ്പൊ ഇത് രണ്ടും രണ്ടാണോ എന്നുള്ളത് എനിക്ക് സംശയമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അരിയൊക്കെ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന തേങ്ങ ആവശ്യമാണ്. ഞാൻ പിന്നെ ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പാനിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചൂടാറിയതിന് ശേഷം ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ശർക്കര പാനി അതിൽ ഞാൻ ഏലക്ക ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ സ്പെഷ്യലായിട്ട് ഏലക്കായോ കാര്യങ്ങളോ ചേർക്കാത്തത്. അപ്പൊ എല്ലാം കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്നോടെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരി വറുത്ത് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യുക. അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ, എങ്കിലാണ് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് ചായയും കൂട്ടി അവലോസ് പൊടിയല്ല അരി വറുത്ത് പൊടിച്ചത് നമുക്ക് കഴിച്ചാലോ. അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.